നമിത കൂടുതൽ കരുത്തോടെയാണ് പ്രതിപക്ഷം പാർലമെന്റിലേക്ക് എത്തുന്നത്. ഇത്തവണ 10 വർഷത്തിന് ശേഷം ഒരു പ്രതിപക്ഷ നേതാവ് ഉണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും വലിയ കരുത്ത്. എന്തായാലും സർക്കാരിന് ആഞ്ഞടിക്കാനുള്ള എല്ലാ വകുപ്പുകളും എല്ലാ കോപ്പുകൂട്ടലുമായാണ് പ്രതിപക്ഷം എത്തുന്നത്. ഇന്ത്യ എന്ന ശക്തമായ മുന്നണി പാർലമെന്റിനകത്തുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ കേന്ദ്ര സർക്കാരിന് വെല്ലുവിളികൾ ഏറെയാണ്. അത് മറികടക്കാനുള്ള പ്രതിരോധിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ ശ്രമങ്ങളും എങ്ങനെ കാണാൻ കഴിയും? തീർച്ചയായും ഫിജി ഇന്നൊരു പ്രതിപക്ഷ നേതാവിനെ കൂടി തെരഞ്ഞെടുത്തേക്കുമെന്നുള്ള കാര്യങ്ങളും എത്തുന്നുണ്ട്. രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായി എത്തുമോ എന്ന് അറിയാനുള്ള ആകാംക്ഷയിലാണ് ഏവരും ഉള്ളത് എന്ന് തന്നെ വേണം കരുതാൻ. അതുപോലെ തന്നെ വളരെ ശക്തമായൊരു 3ാം തവണയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഒരു സർക്കാർ വരുന്നത്. എന്നാൽ ഇത്തവണ കഴിഞ്ഞ 2 തവണത്തേക്കാളും വളരെ ശക്തമായ രീതിയിൽ തന്നെ ഒരു വലിയ പ്രതിപക്ഷമാകാൻ തന്നെയാണ് ഇന്ത്യ സഖ്യത്തിൻ്റെ തീരുമാനം എന്ന് പറയുന്നത്. 3ാം മോദി സർക്കാർ അധികാരത്തിൽ വന്നത് ശേഷം നിരവധി വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഓഹരി കുംഭകോണം അടക്കം നെറ്റ് പരീക്ഷാ ക്രമക്കേടുകളും എല്ലാം വളരെ മികച്ചൊരു രീതിയിൽ തന്നെ ശക്തമായി തന്നെ സഭയിൽ ഉന്നയിക്കാൻ തന്നെയാണ് പ്രതിപക്ഷത്തിൻ്റെ നീക്കം എന്ന് പറയുന്നത്. വളരെ ശക്തമായിട്ടായിരിക്കും ഈ വിഷയങ്ങളിലെല്ലാം പ്രതിപക്ഷം സഭയിൽ ഉന്നയിക്കുക. ഈ വിഷയത്തിൻ്റെ പേരിൽ സഭയിൽ നോട്ടീസ് രാഹുൽ ഗാന്ധി ഈ വിഷയങ്ങൾ ഉന്നയിച്ച് സഭയിൽ നോട്ടീസ് നൽകുകയും ചെയ്യും. 3ാം മോദി സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷമായിരുന്നു ആദ്യമായിട്ടുള്ള ഒരു വിഷയമായിരുന്നു ഈ ഓഹരി വിപണിയിലെ ചാഞ്ചാട്ടം എന്ന് പറയുന്നത്. ആ വിഷയത്തിൽ തന്നെ അന്ന് രാഹുൽ ഗാന്ധി വളരെ ശക്തമായി ഇടപെട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നെറ്റ് പരീക്ഷകളിലെ ക്രമക്കേടുകളിലും വളരെ ശക്തമായിട്ട് തന്നെയാണ് പ്രതിപക്ഷം ആഞ്ഞടിച്ചിരിക്കുന്നത്. മോദി സർക്കാരിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്കും ഈ വിഷയങ്ങളെല്ലാം വഴിവെച്ചിട്ടുണ്ടായിരുന്നു. ഈ വിഷയങ്ങളെല്ലാം സഭയിൽ ചർച്ച ചെയ്യാൻ തന്നെയാണ് പ്രതിപക്ഷത്തിൻ്റെ നീക്കം എന്ന് പറയുന്നത്. 3ാം മോദി സർക്കാരിനെതിരെ ഉചിതമായ സമയത്ത് ഉചിതമായ നടപടികൾ ഉണ്ടാകുമെന്ന് പ്രതിപക്ഷത്തിരിക്കാൻ തീരുമാനിച്ച സമയത്ത് തന്നെ കോൺഗ്രസ് പറഞ്ഞിട്ടുണ്ട്. ആ രീതിയിലാണ് ഇപ്പോൾ കോൺഗ്രസ് ഇന്ത്യ സഖ്യം മുന്നോട്ട് പോകുന്നത് എന്ന് വേണം പറയാൻ. ആ രീതിയിലുള്ള നടപടികളാണ് ഇന്ത്യ സഖ്യം കൈക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ 3ാം മോദി സർക്കാർ അധികാരത്തിൽ ഏറ്റതിന് ശേഷമുണ്ടായ എല്ലാ വിഷയങ്ങളിലും ശക്തമായി തന്നെയാണ് കോൺഗ്രസ് സഖ്യം ഇന്ത്യ സഖ്യം ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. ആ ഒരു കാഴ്ച തന്നെയായിരിക്കും ഇന്ന് ചേരുന്ന ലോക്സഭയിലും കാണാൻ സാധിക്കുക. ഫിജി. ശരി നമിത, എന്തായാലും പാർലമെന്റ് സമ്മേളിക്കട്ടെ. എന്തൊക്കെയാണ് പ്രതിപക്ഷം ആയുധമായി കരുതുന്നത് എന്ന് കാണേണ്ടതുണ്ട്. ഒപ്പം ഭരണപക്ഷം ഇതൊക്കെ എങ്ങനെ പ്രതിരോധിക്കും എന്നുള്ളതാണ് മറു ചോദ്യം. എന്തായാലും പാർലമെന്റ് സമ്മേളനത്തിന്റെ 18ാം ലോക്സഭാ സമ്മേളനത്തിനാണ് ഇന്ന് തുടക്കമാകുന്നത്. സത്യപ്രതിജ്ഞ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട കാര്യപരിപാടികൾ ചടങ്ങുകൾ ഇന്ന് ലോക്സഭയിൽ പാർലമെന്റിൽ നടക്കും.